Hi all, welcome back to another video. Again നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാം പേപ്പറിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പോർഷൻ മാത്രം റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രൈം എന്താ പറയുക സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. എന്റെ രണ്ട് സബ്ജക്റ്റ് ഞാൻ പ്രൈമായിട്ട് എടുക്കുന്നത്. ഒന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് FA അത് ഫുൾ എടുക്കും. അതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫുൾ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ വന്ന് ക്ലാസ് എടുക്കുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി CMA എക്സ്ക്ലൂസീവ് സെന്റേഴ്സ് ഇൻ കേരള നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ആൻഡ് എനിവേ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ റിവ്യൂ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് FAയുടെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ പേഴ്സണലിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, പറഞ്ഞു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ റിവ്യൂ വീഡിയോ കൂടി സെർച്ച് ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ്സ് ദ റിക്വസ്റ്റ്. നമ്മൾ അഗൈൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നതിനെ കുറിച്ച് ഒരു ഡിസിഷനിലേക്ക് വരാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് FA റിവ്യൂ വീഡിയോ. ആക്ച്വലി നന്നായിട്ട് എഴുതിയ ആൾക്കാർക്ക് സന്തോഷപ്പെടാനും അതുപോലെ തന്നെ ഒരു ആവറേജ് ലെവലിലാണെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടാനും, ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുക്കാനും വളരെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി, നല്ലൊരു ഡിസിഷൻ എടുക്കാനും നമ്മളെ വീഡിയോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അടുത്ത എക്സാം ഡേറ്റുകളെ കുറിച്ചിട്ടൊക്കെ. അതിൻ്റെ ഇടയിൽ റിസൾട്ട്സുകൾ വരാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം വെക്കണം. ആ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ള വീഡിയോ കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എന്ത് ചെയ്യുക കാണാം, നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോയും നമ്മുടെ ആ ഒരു അപ്ഡേറ്റിന്റെ വീഡിയോ ഇല്ലേ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു നല്ല ഡിസിഷൻ ഫോം ചെയ്യാൻ നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ചുമ്മാ ഇങ്ങനെ റിസൾട്ട്സ് വരെ പോവല്ല, കുറച്ച് നല്ല ഡിസിഷൻസ് എന്ത് ചെയ്യണം നമുക്ക് വേണം. നല്ല റുട്ടീൻസുകൾ വരട്ടെ, നല്ല ഡിസിഷൻസുകൾ വരട്ടെ. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സക്സസിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. ദാറ്റ്സ് ഓൺലി റീസൺ നമ്മൾ വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മുടെ ചാനലിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം. എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ റിവ്യൂ വീഡിയോ ആണ്. സോ നമുക്ക് നേരെ ഒരു ഡിലേ ഇല്ലാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളുടെ ക്വസ്റ്റ്യൻ റിവ്യൂയിലേക്ക് എന്ത് ചെയ്യാം കടക്കാം. സോ അഗൈൻ ഇതാണ് നമ്മളുടെ പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. പറഞ്ഞു നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഏരിയ മാത്രമാണ് പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കാണ് കടന്നു പോകുന്നത്. എനിവേ സെക്ഷൻ എ സിംപ്ലി പറയാം, നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 മാർക്സ് കിട്ടും. അഗൈൻ 15 into 2 which is equal to 30 marks. മാത്രമല്ല കമ്പൽസറി ആണ്. നമുക്ക് സ്കിപ്പിംഗ് ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ സ്കിപ്പിംഗ് ഓപ്ഷൻസ് ഒന്നും ആക്ച്വലി ഇവിടെ അവൈലബിൾ അല്ല. സോ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ്. MCQ ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിലേക്ക് പോവാം, റീഡ് ചെയ്യാം പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ 4 alternative given എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചേക്കാം. redeemable preferences of rupees 10 lakh were redeemed at 10% premium out of fresh issue of share capital. What amount shall be transferred to capital redemption reserve account CRR account? Option A 10 lakh, option B 1 lakh, option C nil and none of this. ഒരു കാര്യം ക്ലിയർ ആണ്. നമ്മൾ കഴിഞ്ഞ റിവ്യൂ വീഡിയോ ചെയ്തപ്പോഴും MCQസിന്റെ സൊല്യൂഷൻസ് ഫുള്ളും ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് സെയിം ടൈം നമ്മൾ essay ടൈപ്പ് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ജസ്റ്റ് പറഞ്ഞു പോവുക, ഒരു ഐഡിയ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക മാത്രമേ ചെയ്യുക. അല്ല നമ്മൾ എന്തെങ്കിലും ആൻസർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ടൈം ആക്ച്വലി തികയത്തില്ല. ദാറ്റ്സ് വൈ നമ്മൾ ചെയ്യുന്നില്ല. അടുത്തൊരു കാര്യം, ഈ ഒരു ഇലുസ്ട്രേഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ട് പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു ഒറ്റ എന്താ പറയുക ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു ക്ലിയർ ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രിന്റ് ഔട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ 4 ആൾട്ടർനേറ്റീവ് സിറ്റുവേഷൻസിനെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഓപ്ഷനാണ് ആക്ച്വലി ഇത് റെഡീമബിൾ പ്രിഫറൻഷ്യസ് ഓഫ് 10 lakh. അത് 10% പ്രീമിയത്തിൽ റെഡീം ചെയ്യണം. പക്ഷെ ഇതിന് വേണ്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര CRR മേക്ക് ചെയ്യണം? അവിടെ നമ്മൾ പോയിട്ടുണ്ട്, വെനെവർ നമ്മൾ CRR യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ റിസർവ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ CRR ക്രിയേറ്റ് ചെയ്യുക. ഇൻ ദി സിറ്റുവേഷൻ നമ്മൾ 10 lakhsന് ഫ്രഷ് ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത്, സോ ഇവിടെ CRR ആവശ്യമില്ല. ഇത് നമുക്ക് അയച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ആ കുട്ടി ഇതിൽ ആക്ച്വലി C എന്നുള്ളതാണ് ടിക്ക് ചെയ്തിട്ടുള്ളത്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എത്ര മാർക്ക് ഈസി ആയിട്ട് വളരെ ചെറിയ ടൈം സ്പാൻ തന്നെ യു വിൽ ഗെറ്റ് പരി മക്കളെ 2 മാർക്സ്. 2 മാർക്കും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ പഠിപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിവേ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 മാർക്സ് കിട്ടി, 2 മാർക്ക്. മുമ്പോട്ട് പോകാം.
which of the following reserve cannot be used for the purpose of issue of bonus share? So bonus share issue ഏത് റിസർവ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ റീവാലുവേഷൻ റിസർവ്, ഫ്രീ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സോ കുട്ടിയുടെ ആൻസർ ഇതിൽ റീവാലുവേഷൻ റിസർവ് ആണ്. ഓഫ് കോഴ്സ് ദ ആൻസർ ഇസ് റീവാലുവേഷൻ റിസർവ്. അഗൈൻ യു ആർ ഗെറ്റിംഗ് 2 മാർക്ക്, 2 + 2 4 മാർക്സ്. അടുത്തൊരു കാര്യം, ഈ ഒരു റീവാലുവേഷൻ റിസർവ്സിന്റെ ഈ ഒരു ഇലിസ്ട്രേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് എലാബറേറ്റ് ഉള്ള യൂട്യൂബ് വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ബോണസ് ഷെയറിന്റെ 4-5 പാർട്സിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേറ്ററി വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതിനാണ്. എനിവേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, എല്ലാ കുട്ടികൾക്കും എന്ത് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ക്ലാസ്സുകളിലൊക്കെ നമ്പർ ഓഫ് ടൈംസ് ഫാക്കൽറ്റീസ് സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഈ 2 മാർക്സ് എന്തായാലും കിട്ടും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയമുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുക ഫസ്റ്റ് 2 മാർക്സ് എന്ത് ചെയ്യുക കിട്ടും. അഫ്കോഴ്സ് നമ്മൾ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കിട്ടിയിട്ടുണ്ടാവും. ഷുവർ 2 + 2 4 മാർക്സ്. മുമ്പോട്ട് പോവാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഷാൽ ബി ഷോൺ ഡാഷ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇല്ലേ, സാധാ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L എവിടെ കാണിക്കുക? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഓർമ്മ ഉണ്ടാവും, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അങ്ങനെ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അവിടെയാണ് ഇതിന്റെ ബ്യൂട്ടി. ഈ സ്റ്റേറ്റ്മെന്റ് ആകെ 2 ഹെഡാണ്, ഇൻകത്തിന് റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം. ഡാം ഷുവർ other income. So of course again you are getting 2 marks. ഞാൻ പറഞ്ഞു വന്നത് ഈ 2 + 2 + 2 6 മാർക്സ് ഉണ്ടാക്കാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം, ബിക്കോസ് അത് ഓൾറെഡി കുട്ടികൾക്ക് അറിയുന്നതാണ്. ഈസി ആയിട്ട് ഈ 2 മാർക്ക് കിട്ടുന്ന ചെയ്യും, നോ ഡൗട്ട്. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? വെനെവർ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് CFS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലേതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാത്തത് എന്നാണ് ചോദിച്ചുള്ളത്. ക്യാഷ് റിസിപ്റ്റ് ഫ്രം സെയിൽ, സാധാരണ സെയിൽസുമാ പൈസ കിട്ടുക, ഓപ്പറേറ്റിംഗ് ആണ്. ക്യാഷ് റിസിപ്റ്റ് ഫ്രം റോയൽറ്റി കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് ആണ്. ക്യാഷ് പേയ്മെന്റ് ഫോർ ഇൻഷുറൻസ് പ്രീമിയം, സാധാരണ പരിപാടി, ഓപ്പറേറ്റിംഗ് ആണ്. ക്യാഷ് റിസിപ്റ്റ് ഫ്രം അതർ പാർട്ടീസ് ഫോർ റീപേയ്മെന്റ് ഓഫ് ലോൺസ്, ക്ലിയർ, ഷുവർ ആണ്. ഇത് എന്തല്ല, റീപേയ്മെന്റ് ഓഫ് ലോൺ ഒന്നും ഒരിക്കലും എന്തല്ല, ക്യാഷ് റിസിപ്റ്റ് നമുക്ക് കിട്ടി, അതൊരിക്കലും എന്തല്ല, ഓപ്പറേറ്റിംഗ് അല്ല. സോ ദാറ്റ് ഈ കുട്ടി ഇവിടെ ടിക്കുള്ള ഇത് തന്നെയാണ്. Again you are getting പറയും മക്കളെ 2 മാർക്ക്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിത്തൗട്ട് ഡൗട്ട് നിങ്ങൾക്ക് 2 മാർക്സ് എന്താ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബാങ്കിങ് കമ്പനി നീഡ് ടു ട്രാൻസ്ഫർ എ മിനിമം ഓഫ് ഡാഷ് ഓഫ് പ്രോഫിറ്റ്സ് ടു റിസർവ് ഫണ്ട്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തുള്ളത് 25% ആണ്. ഷുവർ അഗൈൻ യു ആർ ഗെറ്റിംഗ് 2 മാർക്ക്. ഒരു കാര്യം ക്ലിയർ ആണ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് റൂമിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റു പല സെന്റേഴ്സിലും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ഇതിലിങ്ങനെ വന്നിട്ട് മറിച്ചിട്ട് ആ ഒരു ഏരിയ, അതായത് നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ PL ഒരു ഫോർമാറ്റ് ഡിസ്കഷൻ ഉണ്ട്. ആ ഡിസ്കഷൻ്റെ അവിടെ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവും 25%, അവിടെ MCQ എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത വീട്ടിലാണെങ്കിൽ ഇതിൽ ബുക്സ് മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും MCQ. സോ ഒരു തവണ ബുക്സിലൂടെ കടന്നുപോയ മക്കൾക്ക് എല്ലാവർക്കും ഈ 2 മാർക്സ് നിർബന്ധമായിട്ടും കിട്ടിയിട്ടുണ്ടാകും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാൻഡേറ്ററി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആസ് പെർ IRD റെഗുലേഷൻ സ്കെഡ്യൂൾ എ? സോ നമ്മൾ സ്കെഡ്യൂൾ എ, സ്കെഡ്യൂൾ ബി, ഫോം എ, ഫോം ബി, അല്ലെ, RA, PL, BS അങ്ങനെ പഠിച്ചത്. RA റവന്യൂ അക്കൗണ്ട്, PL P&L അക്കൗണ്ട്, BS ബാലൻസ് ഷീറ്റ്. വാട്ട് വാസ് ദാറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ കുട്ടി മാർക്ക് ചെയ്തുള്ള ക്യാഷ് ഫ്ലോ ആണ്. അഗൈൻ ദേ ആർ ഗെറ്റിംഗ് പരിമക്കളെ 2 മാർക്ക്. ലെറ്റ് ടു യു വിൽ ഗെറ്റ് മാർക്ക്, റൈറ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ഒരു ഇൻഡേഴ്സ് 19 എംപ്ലോയി ബെനിഫിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആക്ച്വലി അങ്ങനെ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഇത് മോഡൽ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. കാരണം ഇൻഡേഴ്സ് 19 കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ നല്ല കിടിലനായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നേരെയായിട്ട് ഇതിട്ടുണ്ട്. സോ ദാറ്റ് ഐ ഹോപ്പ് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സാലറി പേയബിൾ പെർ ഡേ 1000 ആണ്. 1000 രൂപയുടെ ഒരു ദിവസത്തെ സാലറി. വർക്കിംഗ് ഡേയ്സ് 300 ആണ്. അപ്പൊ തന്നെ 300 × 1000 3 lakh ആയി. ലീവ് അൺയൂട്ടിലൈസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് 3 days. ഈ വർഷത്തെ അൺയൂട്ടിലൈസ്ഡ് ലീവ്, അതായത് ഇത്ര ലീവ് ഉപയോഗിക്കാം, ലീവ് എടുക്കാം, പക്ഷെ ലീവ് എടുത്തിട്ടില്ല, 3 ദിവസം ലീവ് എടുത്തിട്ടില്ല. അൺയൂട്ടിലൈസ്ഡ് ലീവ് ആണ്, ലീവ് എടുക്കാത്തത്. അപ്പൊ അൺയൂട്ടിലൈസ്ഡ് ലീവ് ആർ നോട്ട് അലൗഡ് ടു ക്യാരി ഫോർവേഡ്. അതായത് അടുത്ത വർഷത്തേക്ക് ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനെ എൻകാഷ് ചെയ്യാം, ബട്ട് ആർ സെറ്റിൽ ത്രൂ പേയ്മെന്റ്സ്. അതായത് നിങ്ങളിപ്പോൾ 3 ദിവസം വന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ലീവ് എടുത്തിട്ടില്ലെങ്കിൽ ആ 3 ദിവസത്തെ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പൈസ ആയിട്ട് മേടിക്കുക. അത് അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ലീവിനെ ക്യാരി ഫോർവേഡ് എടുത്തിട്ട് അവിടെ അതിനെ എടുക്കാൻ പറ്റില്ല. വാട്ട് ദ expense to be recognized in Index 19 എന്നാണ് പറഞ്ഞില്ലേ. എനിവേ 1000 × 300 is equal to 3 lakh and 3 × 1000 is equal to 3000. It is 3,03,000. This is the answer. ഈ കുട്ടി ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇതിന്റെ ആൻസർ ചെയ്തിട്ടില്ല. ബട്ട് എനിവേ ദ ഗേൾ മേ ലൂസ്
that mark. Sometime ഇതിൽ ഏതെങ്കിലും ഒന്ന്, കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്കി അടിച്ചിട്ട് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ of course will get മക്കളെ 2 marks. മേ ബി ഇതിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ചില ഇൻഡേഴ്സ് 19 നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അത്ര ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, ഒരു പക്ഷെ ഒരു ബാഡ് ലക്ക് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ മേ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. മുമ്പത്തെ ക്വസ്റ്റ്യൻസ് പോലെയല്ല, മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും സുപരിചിതമാണെന്ന് മാത്രം പറയാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു എന്താ പറയാ നിങ്ങൾ ഡിസ്കസ് ചെയ്തുവെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ എല്ലാവരും ക്ലാസ്സിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെയാണ് ഇതൊക്കെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ക്ലാസ് റൂമിലും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് നോട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് അപ് ടു ദിസ് മാർക്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇവിടെ ഒരു പക്ഷേ ഒരു ചെറിയൊരു ബാഡ് ലക്ക്, അൺലക്ക് ആണ്, പല സാധനങ്ങളും ഉണ്ടല്ലോ, എക്സാം ഹോളല്ലേ, പോട്ടെ. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആക്ച്വലി കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോ ഈ ഒരു ഇലിസ്ട്രേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന് ഇത് അതേപോലെ ഇതൊക്കെ ആക്ച്വലി ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും കമ്പനി അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻസ് അല്ല. സോ ദാറ്റ് നമ്മളത് റിവ്യൂ ചെയ്യുന്നില്ല, നമ്മൾ കമ്പനി അക്കൗണ്ട്സ് മാത്രമല്ല എടുക്കുന്നത്. സോ നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ ഓഡിറ്റ് ചെയ്യുക. സോ ഒരു കാര്യം ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആയി മക്കളെ? ഓൾമോസ്റ്റ് ഒരു എത്ര ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്? 8 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലെ? 7 ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു 7 into 2 is equal to 14 മാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും? MCQ കിട്ടും. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഏത്? ഇൻഡേഴ്സ് 19 ഇൻഡേഴ്സ് 19 ആ ഒരു പ്രോബ്ലം ഒരു പക്ഷേ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബാഡ് ലക്ക് അൺലക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, യു ആർ ഗെറ്റിംഗ് 6 into 2 which is equal to 12 മാർക്ക്. സോ അതും കൂടി കിട്ടുമ്പോൾ 14 മാർക്ക്, അല്ലെങ്കിൽ പറയുമ്പോൾ 12 മാർക്ക്. സോ ഒരു ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ 12 മാർക്ക് അത് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് അത് പോക്കറ്റിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. എനിവേ നമ്മുടെ MCQ സെഷൻസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി MCQs ആക്ച്വലി ഓഡിറ്റിംഗ് MCQs ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ MCQs തന്നെ ആവും. ബിക്കോസ് അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ബുക്സ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. എനി ഹൗ നമ്മൾ നേരെ സെക്ഷൻ ബിയിലേക്ക് പോണേ. സെക്ഷൻ ബി അഗെയിൻ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 മാർക്ക്. ഐ ഡോണ്ട് നോ, കമ്പനി അക്കൗണ്ട്സ് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടെന്ന് മാത്രം പറയാം. അല്ലെങ്കിലും ഈ ഒരു അറ്റംപ്റ്റ് 24 ജൂൺ അറ്റംപ്റ്റ് പാസ്സാവുകയാണെങ്കിൽ പാസ്സാവാൻ പറ്റിയ അറ്റംപ്റ്റ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എവിടെയോ ഒരു ചെറിയൊരു ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ് ഒരു ആവറേജിന്റെ മേലൊക്കെ ഒന്നും എക്സാം കയറുന്നില്ല. ആവറേജിലോ ബിലോ ആവറേജിലോ ആണ് സിമ്പിൾ എക്സാംസ് ആയിട്ട്. ഇപ്പൊ ഈ കമ്പനി അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ സിമ്പിൾ എന്ന വേർഡ് യൂസ് ചെയ്യണേ. ദിസ് എക്സാം ഇസ് വെരി സിമ്പിൾ എക്സാം. സോ FA എക്സാം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു ആവറേജിന് തൊട്ട് താഴെ നിൽക്കുന്ന എക്സാം ആയിട്ടാണ് പറഞ്ഞത്. കുറെ ആൾക്കാർക്ക് സങ്കടപ്പെടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. അതും ഏറെക്കുറെ സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സാംസ് ഒക്കെ തന്നെയാണ് നാം കണ്ടക്ട് ചെയ്തത്. എനിവേ നമുക്ക് ഈ സെക്ഷൻ ബിയിലെ നമ്മളുടെ കമ്പനി അക്കൗണ്ട്സ് പാർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. Jumbo Limited is planning to raise fund by making right issue equity share to part finance its expansion. Existing equity share capital of company is 40 lakh. The market value 45. Company offers shareholders in right എങ്ങനെയാണ് 2:5. അതായത് 2 ഷെയർ ഫോർ എവറി 5 ഷെയർ. അതായത് 5 ഷെയർ ഉള്ളവർക്ക് 2 ഷെയർ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ, ടെർപ്പ് നമ്മൾ പഠിപ്പിക്കാറില്ലേ അത്. അതേപോലെ വാല്യൂ ഓഫ് റൈറ്റ് എത്രയാണ്, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഒന്നാമത്തെ കാര്യം, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ഡോണ്ട് നോ ഈ നമ്പർ ഇത് തന്നെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഫോൺ എടുത്ത് ചെക്ക് ചെയ്താൽ പറയാൻ പറ്റും സെയിം നമ്പർ ആണോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഐ ഹോപ്പ് ലൈക്ക് സിമിലർ ഇല്ലുസ്ട്രേഷൻ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. അല്ലെങ്കിൽ BCom 3rd സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കൂടി വെച്ച് ഞാൻ കമ്പനി അക്കൗണ്ട്സ് ക്ലാസ് എടുക്കുന്ന ചില ബാച്ചസ് ഉണ്ട്. അത്തരം ബാച്ചസുകളുടെ പ്രത്യേകത എക്സാക്ട്ലി സിമിലർ ഇല്ലുസ്ട്രേഷൻ. ഐ ഹോപ്പ് ഈ സെയിം 40 lakhs ഉള്ള BCom സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലുസ്ട്രേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. BCom ക്വസ്റ്റ്യൻ ആണ്. സോ ദ സെയിം ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ചെയ്ത് പരിചയം ഉണ്ടാവും. ഐ എം ടെല്ലിങ് ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. ബിക്കോസ് ഒരു തരത്തിലുള്ള ഗെയിമോ കാര്യങ്ങളോ ഈ ക്വസ്റ്റ്യനുള്ളിൽ ഇല്ല, ഒരു ഹിഡൻ പോയിന്റ്സ് ഇല്ല, ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല, nothing. Definitely you will get 7 mark without any doubt. Comfortable? Okay. അടുത്തിലേക്ക് പോവാം. B. So much happy because T Limited invited application from Bapli for 2 lakh shares, 100 each at a premium of 20 per share. And issue 100 ചെയ്യുന്നത് A, B, C, D ആണ്. 30%, 20%, 20% means 60,000, 40,000 അങ്ങനെ എടുത്തുള്ളത്. Firm underwriting ഉണ്ട് 6,000, 4,000, 2,000. കമ്പനിക്ക് ഒരു 1,40,000 ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് അതിൽ 38, 20, 42, 16 മാർക്ക്ഡ് ആപ്ലിക്കേഷൻ.
ബാക്കിയുള്ള അൺമാർക്ഡ് അപ്ലിക്കേഷൻ, പബ്ലിക് അപ്ലിക്കേഷൻ വന്നിട്ടുള്ള 1,40,000 ഉള്ളിൽ ഫേം അണ്ടർ റൈറ്റിംഗ് ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്, ഓർമ്മയിലെ ഫോർമാറ്റ്, പെർട്ടിക്കുലേഴ്സ് ABCD ടോട്ടൽ ഫോർമാറ്റ് ഇപ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് പറയും മക്കളെ 7 മാർക്ക്. ഇവിടെയും ഒരു തരി മാർക്ക് പോലും ഞാൻ കുറയ്ക്കുന്നില്ല. പക്ഷേ ചില കുട്ടികളുടെ കയ്യിൽ നിന്നും തരി മിസ്സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ആ മിസ്സിംഗ് കൂടി ഞാൻ പറയുന്നത് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാം അല്ല, അതിന്റെ റിസൾട്ട്സ് എന്തും ആവാം. സാർ അത് കറക്റ്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കുക. ഇനി ഇവിടെ ഈ ഒരു പോയിന്റിലിട ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫ്രം പബ്ലിക് ഡു നോട്ട് ഇൻക്ലൂഡ് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന്. അതായത് ഈ 140 ഉള്ളിൽ എന്തില്ല, ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് വന്നതില്ല. അത് വേറെ സെപ്പറേറ്റ്ലി എടുത്തിട്ട് വേണം ബാക്കിയുള്ളത് കാണാനായിട്ട്. അപ്പോൾ ഒരു ശ്രദ്ധ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പതിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതും കൂടി നോട്ടീസ് ചെയ്ത കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 7 മാർക്ക്. ഇനി അത് നോട്ടീസ് ചെയ്യാതെ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ യു വിൽ ഗെറ്റ് 4 മാർക്ക്. എന്താ സാറേ 4 മാർക്ക്? ബിക്കോസ് അത് മിസ്റ്റേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് അധികം മിസ്റ്റേക്ക് താഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ടെല്ലിംഗ് 4 മാർക്സ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെ ഇതിങ്ങനെ ഇൻക്ലൂഡ് ആവാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് ചെയ്ത പരിചയം ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മുടെ പ്രിന്റ് ഔട്ട് ത്രൂ ചെയ്ത എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും അത് അറിയുന്നുണ്ടാവും. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തിരിച്ചും മറിച്ചും ചെയ്തിട്ടുണ്ട്. ഷുവർ, ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി അഗൈൻ യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 14 മാർക്കല്ലേ, ആ 2 7 7 14 അത് ഓഫ് കോഴ്സ് കിട്ടിയിട്ടുണ്ടാവും. കംഫർട്ടബിൾ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ. ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എല്ലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. സോ എനിവേ ഈ കുട്ടി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണാം. അത് നമ്മുടെ ഒരു മാർക്കിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ എല്ലാ ഐറ്റത്തിലും പോയിട്ട് PL ആണോ, BS ആണോ, CHS ആണോ, എന്താ പറയാ FC ആണോ, EB ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ഒരു മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. കുട്ടികൾ അതേപോലെ തന്നെ എനിക്ക് രാജചന്ദ്രന്റെ മോൾ അതേപോലെ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പെൻസിലേറ്റ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർ മാർക്ക് ഒക്കെ കാണാം. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഇത് കാണുമ്പോൾ ബിക്കോസ് നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞ സെയിം സാധനം അവിടെ കൊണ്ടുപോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് അത് എക്സാം ഹാളിൽ ഫീൽ ചെയ്യുന്ന ചെയ്യും. ആ ഒരു സ്പീഡ്, ആക്യുറസി അത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. വിത്തൗട്ട് എനി ഡൗട്ട് എനിക്കത് കോൺഫിഡന്റ്ലി നിങ്ങളടുത്ത് പറയാൻ പറ്റും. സോ എനിവേ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇതിന്റെ മേലെ സ്റ്റാൻഡേർഡ് ഉള്ള ഇല്ലുസ്ട്രേഷൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇത് എന്താ പറയാ സ്റ്റഡി മെറ്റിൽ ഇല്ലുസ്ട്രേഷൻ. നിങ്ങൾ സ്റ്റഡി മെറ്റിൽ താഴെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി അടിപൊളി ക്വസ്റ്റൻ ആണ് സ്റ്റഡി മെറ്റിൽ ഉള്ളത്. സോ ഈ ക്വസ്റ്റൻ ആക്ച്വലി സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ്സിലേക്കൊന്നും എവിടെ വന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് പോലും നിങ്ങൾ കുഴക്കുന്ന, നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത, സുപരിചിതമല്ലാത്ത, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്രോബ്ലം പോലും ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ഫാക്കൽറ്റീസ്, ഓൾ ദി ക്ലാസ് റൂംസ് ഇത്തരം ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്ത് കാണിച്ച പരിചയം. നിങ്ങൾ നോട്ട്ബുക്ക് മറിച്ച് നോക്കി ഇതേപോലെ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 14 മാർക്ക്. വിത്തൗട്ട് ഡൗട്ട് നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടും. പക്ഷെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കാൽക്കുലേഷൻസിന്റെ പാർട്ടായിട്ടോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വെച്ചിട്ടൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലും മിസ്മാച്ച് വരാം. സോ യു മേ ലൂസ് ഒരു 2 മാർക്ക്. ഡെഫിനറ്റ്ലി യു ഗെറ്റ് 12 മാർക്ക്. യു മേ ലൂസ് അഗെയിൻ 2 മാർക്ക്. യു ഡെഫിനറ്റ്ലി ഗെറ്റ് 10 മാർക്ക്. 10 മാർക്കിൽ കുറച്ചൊരു എമൗണ്ട്, ഒരു മാർക്ക് ഞാൻ എഴുതുന്നില്ല. ബട്ട് നമ്മൾ ഈ മാർക്കിംഗ് സിസ്റ്റം കണ്ടില്ല, ആ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ചെയ്ത് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ടിക്ക് ചെയ്ത് പോയ മക്കൾക്ക് എല്ലാവർക്കും 14 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും വിത്തൗട്ട് എനി ഡൗട്ട്. ബട്ട് ഒരു എക്സാമിനേഷൻ ആണ്, അതിൻ്റെതായിട്ടുള്ള പ്രഷറും ആ ഒരു അറ്റ്മോസ്ഫിയറും കുറച്ച് ഇഷ്യൂസും പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു മേ ലൂസ് 2 മാർക്സ് ഓർ 2 മാർക്സ് or whatever 4 marks and you are losing 4 marks and then you getting 10 marks. So 10 mark അത് എന്തായാലും കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The following information is available in the books of bank. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, ഓപ്പണിംഗ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ ബില്ലുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് RBD പറഞ്ഞിട്ടുണ്ട്. ഷോ ജേർണൽ എൻട്രി, കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഒരു കാര്യം ക്ലിയർ ആണ്, ഈ സെയിം ഇല്ലുസ്ട്രേഷൻ ഞാൻ പറയുന്നില്ല, ബട്ട് ഈ സെയിം നോളജ് നമ്മളുടെ പ്രിന്റ് ഔട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റൻ എനിക്ക് വേണമെങ്കിൽ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 1 2 3 4 ബില്ലാണ് ഉണ്ടായിരുന്നത്, 2 ബില്ല് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്, 5 6 ബില്ലുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്നല്ലാതെ ഒരു ഡിഫറൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട്ബുക്ക് മറിച്ച് നോക്കാം. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു ജേർണൽ ആദ്യം കാൽക്കുലേഷൻ നമ്മളൊരു കോളൊക്കെ വരച്ചിട്ട് ഓർമ്മയിടാം, കോളൊക്കെ വരച്ച് ഹെഡിങ് കിട്ടും, അത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യും, സിമ്പിൾ ജേർണൽ എൻട്രി പാസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര എമൗണ്ട് ആണോ P&L-ലേക്ക് ഇടുന്നത് അതൊരു എൻട്രി തന്നെയാണ്. അതൊരു എൻട്രി ആയിട്ട് നമ്മൾ എൻട്രി ആയിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ആ എൻട്രിയിൽ ഇതിന്റെ എമൗണ്ട് തന്നെയാണ് എന്ത്, കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് എങ്ങനെ കാണാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഓപ്പണിംഗ് 65,500 നമ്മൾ ഡിസ്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. അത് പ്ലസ് ഡിസ്കൗണ്ട് മൊത്തം 1,25,000 മൈനസ്
RBT നമ്മൾ മൈനസ് ചെയ്യും. സോ ദാറ്റ് ഇസ് എ ഫിഗർ. സോ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. ഒരു മാർക്ക് പോയി ഞാൻ അവിടെ കുറയ്ക്കുന്നില്ല. യു ആർ ഗെറ്റിംഗ് 7 മാർക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മോസ്റ്റ്ലി നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് എ ഹാപ്പിനെസ്. ഈ ഇല്ലുസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റഡി മെച്ചിൽ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ സ്റ്റഡി മെച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റഡി മെച്ചിൽ അവസാനം പേജ് മറിച്ച് ലാസ്റ്റ് പോകുമ്പോൾ സെയിം ഇല്ലുസ്ട്രേഷൻ വിത്തൗട്ട് എന്ത് പറയുക മക്കളെ, ഈ നമ്പർ ചേഞ്ച് ഉണ്ടോ എന്ന് പോലും ഞാൻ ബിലീവ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് നമ്പറിൽ പോലും ചേഞ്ച് ഇല്ല. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്പറിൽ ചേഞ്ച് ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് നമ്പറേ മാറ്റില്ല. സെയിം നമ്പർ. ഇനിയിപ്പോ നമ്പർ മാറ്റുന്നില്ല, ഈ വേർഡിങ്സ് തരി മാറില്ല, കോളംസിന്റെ സ്റ്റൈല്, എമൗണ്ടുകൾ, അതേപോലെ തന്നെ പെർസെന്റേജ് ഓഫ് അൺഎക്സ്പെക്ടഡ് റിസ്ക്, എവറിത്തിങ് ഇസ് സിമിലർ. കോപ്പി ആൻഡ് പേസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. ഞാൻ ഒരു കാരണവശാലും ഒരു തരി മാർക്ക് പോലും അവിടെ കുറയ്ക്കുന്നില്ല. ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Delimiter supplied the following അവിടെ നമുക്ക് ആക്ച്വലി പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് മാത്രമാണ്, 6 മാത്രമാണ്. അത് നമ്മൾ ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്കെഡ്യൂൾ എ 1 2 3 4 ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് ഫൈൻ. നോക്കിക്കോളി, നിങ്ങൾക്ക് ഷുവർ കാണാൻ പറ്റും. എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 5. Delimiter supplied the following information. നെറ്റ് പ്രോഫിറ്റ് എന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയർ. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ എന്നിട്ടുണ്ട്, ടേം ഓഫ് right issue 1 share for 4 share, right issue price 30, fair value of 1 ordinary price 36 ആണ്. Okay fine. Calculate basic EPS and calculate restated EPS, diluted EPS, maybe something else you can calculate. ഒരു കാര്യം ക്ലിയർ ആണ്. ഈ ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റൈറ്റ് ഇഷ്യൂവിന്റെ ഉള്ളിൽ ഒരു ബോണസ് എലമെന്റ് ഉണ്ടാവും, ബിഇ ടർപ്പ് ബിഇ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഈ സെയിം ഇല്ലുസ്ട്രേഷൻ ക്ലാസ്സിൽ ചെയ്തെന്ന് വെച്ചാൽ CA ഇന്റർമീഡിയറ്റ് സ്റ്റഡി മെറ്റീരിയലിനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടാവും. നോട്ട്ബുക്ക് മാർച്ച് ഞാൻ കാണാൻ പറ്റും. ഒരു കാര്യം ക്ലിയർ ആണ്, ഇത് ചെയ്ത് പരിചയം ഒരു ഇല്ലുസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ദ മാർക്ക്. ആൻഡ് എക്സാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും ഇതേ ഒരു മോഡൽ ഇല്ലുസ്ട്രേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു മാർക്ക് പോലും ലൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇറ്റ് ഇസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് പഠിച്ച് ഒരു ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ കൂട്ടും ചെയ്തിട്ടുണ്ടാവും. ഏത് ഫാക്കൽറ്റി എടുത്തതിനും ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. എനിവേ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്ക് എന്ന് മാത്രമേ പോരാ, ഡീറ്റെയിൽ എക്സ്പ്ലനേഷനേക്ക് ആവശ്യമില്ല. ബിക്കോസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. നേരെ അടുത്തേക്ക് പോവാം. ഇവിടെയും നിങ്ങൾ ബ്ലസ്ഡ് ആണ്, നിങ്ങൾ ലക്കി ആണ്, ഈ എക്സാം സിമ്പിൾ ആണെന്ന് പറയാനുള്ള കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് കാലായി മക്കളെ. കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എപ്പോഴും ഇൻഡയറക്ട് മെത്തേഡ് കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ് ആണ് ചോദിക്കാറ്. ബട്ട് ദിസ് ടൈം ഹൗ സിമ്പിൾ ഇറ്റ് ഈസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് യൂസിങ് ഡയറക്ട് മെത്തേഡ് ആൻഡ് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മനസ്സിലായില്ല. ബട്ട് എനിവേ പ്രിപ്പയർ CFS ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൈനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട്. വാട്ട് ഈസ് ദിസ് ഈസ് ക്യാഷ് ബുക്കിന്റെ സമ്മറി. നമ്മൾ മാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചില്ല മക്കളെ. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആൻസർ. അത് ഓൾറെഡി അറിയാം. ക്യാഷ് സെയിൽസ് ഓപ്പറേറ്റിംഗ്, ട്രേഡ് റിസീവബിൾ ഓപ്പറേറ്റിംഗ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റിസീവ്ഡ്, നമ്മൾ എന്താ പറയുക, ഇൻവെസ്റ്റിംഗ്, ബാങ്ക് ലോൺ ഫൈനാൻസിംഗ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് കമ്മീഷൻ ഓപ്പറേറ്റിംഗ്, ക്യാഷ് പർച്ചേസ് ഓപ്പറേറ്റിംഗ്, ട്രേഡ് പേബിൾ ഓപ്പറേറ്റിംഗ്, റെന്റ് ഓപ്പറേറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേറ്റിംഗ്, ഇൻകം ടാക്സ് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് മക്കളെ, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, റീപേയ്മെന്റ് ഓഫ് ഫിനാൻസിംഗ്, ഇൻട്രസ്റ്റ് ലോൺ ഫിനാൻസിംഗ്, ബാലൻസ്. സിമ്പിൾ ആസ് ദാറ്റ്. ജസ്റ്റ് അങ്ങോട്ട് സോർട്ട് ചെയ്യുക, ഫിനിഷ്. യു ഗെറ്റ് ലെറ്റ് ടു യു വിൽ ഗെറ്റ് 7 മാർക്ക്. ഞാൻ ഇത്ര കോൺഫിഡൻസിൽ പറയാനുള്ള കാരണം നമ്മുടെ പ്രിന്റ് ഔട്ടിലേക്ക് വരിക ഫസ്റ്റ് 3-4 ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ആ ഫസ്റ്റ് 3-4 ഇല്ലുസ്ട്രേഷൻ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുള്ളത്. CA ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസിന് എടുത്തുള്ളത് മേ ബി നമ്പേഴ്സ് മാറാൻ, ബട്ട് ദ വേർഡിങ്സ് പോലും ഒരു തരി പോലും മേലക്കോ താഴത്തേക്കോ നിൽക്കില്ല. ഇതേപോലെ തന്നെ വേർഡിങ്സ് ഒക്കെ വന്നുള്ളത് ഇതേപോലെ തന്നെയാണ്. വിത്തൗട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ കോൺഫിഡന്റ്ലി പറയാൻ പറ്റും. നിങ്ങൾക്ക് ബുക്സ് എടുത്ത് മാർച്ച് തന്നെ സെയിം പരിപാടി കാണാൻ പറ്റും. നോ ഡൗട്ട്. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് 7 മാർക്സ്. നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് ഏരിയ കഴിഞ്ഞു. ഇപ്പൊ എന്താ ക്ലാസ്സിൽ എടുക്കാത്തല്ലേ, അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യാത്തതല്ലേ? എക്സാക്ട്ലി സിമിലർ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇങ്ങനെ നമുക്ക് ഈ ഒരു ടൈം അറ്റംപ്റ്റിൽ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മിസ്കൺസ്യൂം ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കാനൊന്നുമില്ല. ഒരു കാര്യം ക്ലിയർ ആണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വേല് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യും. ഈ എക്സാം ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് അടുത്ത എക്സാം അങ്ങനെ ആവണം, നമ്മൾ ക്ലാസ് ചെയ്താവണം, നമ്മൾ പ്രിന്റ് ചെയ്തതാവണം, നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ആവണം, വേർഡ് മാറില്ല, നമ്പർ മാറില്ല എന്ന് പറഞ്ഞതൊന്നും പറ്റൂല. അതൊക്കെ ഇപ്പൊ തള്ളാം, ഇപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് തള്ളാം. പക്ഷെ നാളെ അങ്ങനെ തന്നെ എക്സാമിന് വരണം. ഇന്ന് ഈ ഒരു ബാച്ച്, ഞാൻ അടുത്തൊരു ബാച്ചിന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നല്ലോ അതേപോലെ അടുത്തിന് വരാം. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒരു കുട്ടി പോലും എന്ത് ചെയ്യേണ്ട, വെക്കണ്ട. ബി റെഡി, ബി പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. 1 by
ബൈ വൺ ഡീറ്റെയിൽഡ് ആയിട്ടും ഡെപ്ത് ആയിട്ടും എല്ലാം പഠിക്കാം. സോ നിങ്ങളുടെ എക്സാം അതിന്റെ താഴെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ വന്നിട്ട് ഇതേപോലെ പറയാം. അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ പറഞ്ഞിട്ട് പഠിപ്പിച്ച് വന്നില്ല, അത് വന്നില്ല, ഇത് വന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് എഫ് ഒരു എന്താ പറയാ റിവ്യൂ വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ട്. AS അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടേ ഇല്ല, സ്കിപ്പ് ചെയ്ത ലിസ്ട്രേഷൻ ആയിരുന്നു, ബാഡ് ലക്ക് അൺലക്ക് സംഭവിച്ചത്, വന്നു ഒരു എക്സാമിന് വന്നു ലൂസ് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഹാപ്പിയാണ്, ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെ പഠിപ്പിച്ചത് തന്നെ കുട്ടികൾക്ക് നോട്ട്ബുക്ക് നോക്കാൻ പറ്റും. സോ യു കൻ അണ്ടർസ്റ്റുഡ് നമ്മൾ പഠിപ്പിച്ചതും പറഞ്ഞതും ചെയ്തതും മാത്രമേ വന്നുള്ളൂ. ദാറ്റ്സ് വൈ ഒരു കോൺഫിഡൻസിൽ പറയുന്നത്. ദാറ്റ് ഡസൻ മീൻ ഒരു ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ പിന്നീട് അടുത്തൊരു അറ്റംപ്റ്റിൽ നമ്മൾ പഠിപ്പിച്ച തന്നെ വരുമ്പോൾ പഠിപ്പിച്ച മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആ ഗൈഡൻസ് ഒക്കെ ഈ ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യും. സോ ഒരു സുപ്പീരിയർ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിങ്ങനെ വന്നു അപ്പൊ അടുത്തിൽ ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. സോ വളരെ ഓർഗാനിക് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് മുമ്പോട്ടേക്ക് പോവാം. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മോർ മാർക്സ് ഇൻ യുവർ കമ്മിങ് എക്സാമിനേഷൻ. അങ്ങനെ മാത്രമേ പറയാം. ആൻഡ് ഓൾ ദ അക്കാഡമിക് സപ്പോർട്ട്, ഓൾ ദി സബ്ജക്ട് നോളജ്, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. വിത്ത് അവർ എക്സ്പീരിയൻസ് നമുക്കത് പറയാൻ പറ്റും. പക്ഷെ എക്സാം റിസൾട്ട്സുകൾ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അത് നമ്മുടെ കൈകളിലുള്ളതല്ല. ഈ അറ്റംപ്റ്റിൽ ഭാഗ്യം നമ്മൾ തുണച്ചു, അല്ലെങ്കിൽ വളരെ ബ്ലസ്ഡ് ആയി നമ്മൾ വിചാരിച്ച പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. സോ മോസ്റ്റ് ഹാപ്പി, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലും പറ്റി. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് നമ്മളതിന്റെ ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും വലിച്ചെടുക്കുന്നില്ല. പെർഫെക്റ്റ്ലി ഫൈൻ, നോ പ്രോബ്ലം. എനിവേ, ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഓഡിറ്റിംഗ് ക്വസ്റ്റൻസ് ആണ്, നമുക്കറിയുന്ന ക്വസ്റ്റൻസ് അല്ല. സോ ദാറ്റ് ഞാൻ ലീവ് ചെയ്യണേ. സോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇതിന്റെ മാർക്സ് എടുത്ത് നോക്കാം. ഒരു കാരണവശാലും ഈ 7 മാർക്ക് ഞാൻ വിട്ടരില്ല. ആ 7 മാർക്ക് എന്തായാലും വേണം. ക്ലാസ് ഇരുന്ന കുട്ടികൾക്ക് ആ 7 മാർക്ക് കിട്ടില്ലെങ്കിൽ തല്ലിക്കൊല്ലെന്ന് വേണമെങ്കിൽ പറയാം. സോ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് യു ആർ ഗെറ്റിംഗ് 7 മാർക്ക് മാൻ. സോ ഞാൻ ഈ ഒരു 7 മാർക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു 7 മാർക്കായി മാറ്റാം. 7 മാർക്ക് കിട്ടി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 7 മാർക്കും ഒരിക്കലും ഞാൻ ലൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. യു ഗെറ്റ് 7 മാർക്ക് ആക്ച്വലി. പിന്നെ ഈ ഒരു മാർക്ക് തീർന്നുകള്, കാരണം ഞാൻ പാട്ട് പാടിയിട്ട് പഠിപ്പിച്ചില്ലേ. പാട്ട് പാടാൻ മീൻസ് ലൈക്ക് നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഇതില്ലേ പ്രീമിയം ഓൺ ഡയറക്ട് ബിസിനസ് പ്ലസ് പറഞ്ഞ് പടാറടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഓഫ് കോഴ്സ് അഗെയിൻ ഒരു 7 മാർക്ക്. അത് ഞാൻ ഒരു തരി പോലും വിട്ടുതരാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വിടാൻ പറ്റില്ല. Can you get മക്കളെ 7 മാർക്ക് 28 മാർക്കായി. ഇനി ഇങ്ങോട്ട് പോ 14 മാർക്ക്. ഞാൻ 14 മാർക്ക് എടുക്കുന്നില്ല. എക്സാമുകളുടെ പ്രഷറും 14 മാർക്ക് എടുക്കണം ശരിക്കും. പക്ഷെ ഒരു എക്സാമുകളുടെ പ്രഷറും മറ്റു പല കാര്യങ്ങളും എന്തൊക്കെയുണ്ട് മക്കളെ. ഇത് മാത്രമല്ലല്ലോ, ഇത് തളലൊന്നല്ലല്ലോ, ഇതിനപ്പുറത്തൊക്കെ ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ. സോ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ലൂസ് ചെയ്യാൻ ചാൻസ്. ഞാൻ 14 മാർക്ക് എടുക്കുന്നില്ല, ഒരു 10 മാർക്ക് എടുക്കുന്നുണ്ട്. ചവിട്ടി മാർക്ക് എടുക്കുക, 10 മാർക്ക് എടുക്കാം. പിന്നെ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോം അണ്ടർ റൈറ്റിംഗിന്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ എനിക്ക് 7 എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. എന്റെ കുട്ടികൾക്കും അത് എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ 7 എടുക്കുന്നില്ല. ആ ഒരു ഇത് വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 5 മാർക്സ് എടുക്കാം. ഒരു 5 മാർക്സ് എടുക്കാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ചവിട്ടി എടുക്കുക, പോണേ പോട്ടെ, അങ്ങനെ ഒരു 5 മാർക്സ് എടുക്കാം. 7 കിട്ടും, 5 മാർക്സ് എടുക്കാം. ഇതൊരിക്കലും വിട്ടില്ല, 7 മാർക്സ് എടുക്കാം. സോ ഇപ്പൊ തന്നെ എത്ര മാർക്കായി? 50 മാർക്കായി പ്രോബ്ലത്തിന് മാത്രം കേട്ടോ. സോ നിങ്ങൾ ഓഡിറ്റിംഗ് ക്വസ്റ്റൻസ് ആണ് സ്കിപ്പ് ചെയ്തെങ്കിൽ ഇതിന്റെ പ്രോബ്ലം മാത്രം 50 മാർക്ക് കിട്ടി. എത്ര? 50 മാർക്ക് കിട്ടി. പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിന്റെ മാർക്ക് കിട്ടി എന്നുള്ളത്. 7x2 14 മാർക്ക് കിട്ടും. പക്ഷെ 6x2 12 എന്തായാലും കിട്ടും. സോ 12 മാർക്ക്. സോ ഐം ഷുവർ 62 മാർക്ക് ഓർ 60 മാർക്ക് എക്സംഷൻ നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിൽ ചെയ്തത് മാത്രം കൂട്ടി എന്ത് കിട്ടുന്നുണ്ട്? എക്സംഷൻ 60+ മാർക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അതും 2 ക്വസ്റ്റ്യനിൽ ചവിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർക്ക് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾ കമ്പനി അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് ഓഡിറ്റിംഗ് ക്വസ്റ്റൻസ് ആണ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വേറെ രൂപത്തിലാണ് വരിക. ഇവിടെ നമുക്കിപ്പോ ഒരു അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കമ്പനി അക്കൗണ്ട്സ് മാർക്കൊക്കെ ഞാൻ അതിന്റെ ഒരു കമ്പനി അക്കൗണ്ട്സിന്റെ സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്, അവിടെ അത് പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. ഷെയറിന്റെ ചാപ്റ്ററിന് ആക്ച്വലി നമ്മൾ പറഞ്ഞ 10 മാർക്സിന്റെ വെയിറ്റേജ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ 10 മാർക്സിന്റെ വെയിറ്റേജ് അല്ല വന്ന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്ന്, പിന്നെ അതേപോലെ തന്നെ ബോണസ് 2 മാർക്ക് 4 മാർക്ക് വന്ന്, പിന്നെ ഈ ക്വസ്റ്റ്യൻ 7 മാർക്ക് വന്ന്, പിന്നെ ഈ ക്വസ്റ്റ്യൻ 7 മാർക്ക് വന്ന്. സോ ആ ഒരു ഹെഡ് ആക്ച്വലി അവർ പറഞ്ഞത് 10 മാർക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ 10 ഒന്നല്ല, ഓൾമോസ്റ്റ് ഒരു 20+ മാർക്ക് വന്നെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം ആ ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്നും. സോ ദ ചാപ്റ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല സ്കിപ്പിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ ആ വീഡിയോ കാണാത്തവർക്ക് പോയിട്ട് കാണാം. സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ കോർപ്പറേറ്റ് അക്കൗണ്ട് എന്നുണ്ടായി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ നമ്മളുടെ ക്ലാസ് കേട്ടവരും പഠിച്ചവരും ഒക്കെ ഹാപ്പി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്, എക്സാം ഹോളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തള്ളിയ പോലെ ഒന്നും ആവില്ല. എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ടെൻഷൻ കാരണം മറ്റു പല വിഷയങ്ങളാണ് ഈ ഒരു കോൺഫിഡൻസ്, ഞാൻ ഈ പറയുന്ന കോൺഫിഡൻസ് ഒരു പക്ഷേ എന്റെ ക്ലാസ് കേട്ട് എന്റെ ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. സോ നോ വറി, നോ ഡൗട്ട്, ഇതൊരു എക്സാം അല്ലേ. ഞാനിത് എക്സാം ഹോളിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നില്ലല്ലോ പറയുന്നത്, ഞാനൊരു വീഡിയോ ആയിട്ടല്ലേ ചെയ്തത്. സോ ബി കൈൻ കൂൾ ഫൈൻ, നോ പ്രോബ്ലം. എക്സാം റിസൾട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇത്രയൊന്നും കിട്ടും, ഒരു പകുതി കിട്ടാം, ഐ ഡോണ്ട് നോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ടിൽ നൗ വി ആർ ഹാപ്പി. ദാറ്റ്സ് ഓൺലി തിങ്. അത് നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോസുമായിട്ട് കാണാം. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.